ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 85 റിവ്യൂ. ആര്യൻ ഔട്ടായിരിക്കുന്നു. ഇതൊരു അൺഫെയർ എവിഷനാണ്. കാരണം സാബുമാന് വോട്ട് കൊടുത്ത പിആറുകളുടെ ഈ കൊടും ചതി കാരണം പുറത്തേക്ക് പോയത് ആര്യൻ. നെവിനൊട്ട് പുറത്തായതുമില്ല. യു ആർ എ ഗുഡ് പ്ലെയർ ആൻഡ് ബ്രില്യന്റ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞാണ് മോഹൻലാൽ അഭിനന്ദിച്ചാണ് ആര്യനെ പുറത്തേക്ക് വിട്ടത്. കൊച്ചിൻ എയർപോർട്ടിലൊക്കെ നല്ല സ്വീകരണമാണ് ആര്യന് കിട്ടിയത്. എന്താണ് ആര്യന് പറ്റിയത്? ആര്യൻ വന്നപ്പോഴൊന്നും ആദ്യമേ വലിയ പ്രേക്ഷക പ്രതി നേടിയില്ല. പിന്നെ പ്രേക്ഷകരെ നന്നായിട്ട് വെറുപ്പിച്ചു. ആ വെറുപ്പിൽ നിന്ന് ആളുകൾ ഗെയിമും ആറ്റിറ്റ്യൂഡൊക്കെ കാരണം പിന്നെ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴേക്കും ആര്യൻ പോയി. ആര്യന്റെ എവിഷൻ അൺഫെയർ ആണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നിടത്തോളം കാലം ആര്യൻ വിജയിച്ചു തന്നെ നിൽക്കുകയാണ്. 3 ക്യാപ്റ്റന്മാരെ ഒന്നിച്ചെടുത്ത് ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കുകയാണ് മോഹൻലാൽ. അവരുടെ ക്യാപ്റ്റൻസി അമ്പേ പരാജയമായിരുന്നുവെന്നും ഒരു ബാധകറിയതുപോലെയാണ് നെവിനൊക്കെ പെരുമാറിയതെന്നും അനീഷ്. ഹൗസിലുള്ള എല്ലാവരും ഏകകണ്ഠമായി ക്യാപ്റ്റൻസിയെ കുറ്റം പറയുകയാണ് ചെയ്തത്. ഈ 3 പേരും ക്യാപ്റ്റന്മാരായത് ഹൗസിലുള്ളവർക്ക് ഒട്ടും ഇഷ്ടമായില്ല. പ്രത്യേകിച്ച് പേട്ടാഗേഴ്സിനും ഷാനവാസിനും. എങ്ങനെയെങ്കിലും അവർക്കിട്ട് പണിത് ക്യാപ്റ്റൻസി കൊളമാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ക്യാപ്റ്റന്മാരുടെ ഭാഗത്ത് ആദ്യം മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും താൻ പണിയെടുക്കില്ല എന്ന് നൂറയും അനുമോളും ഒക്കെ ചെയ്ത കളികളാണ് അവരെ തകർത്തത് കൂടുതലും. അക്ബർ പറയുന്നുണ്ടായിരുന്നു, തങ്ങളുടെ കുറ്റങ്ങൾ മാത്രമാണ് അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചതെന്ന്. അവർ ഞങ്ങൾ ചെയ്ത എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ അവർ ജോലി ചെയ്യാത്തതിനെ പറ്റി ചോദിക്കില്ലെന്ന് അക്ബർ. അനുമോളോട് ബേസൽ കഴുകാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ മെഴുകി വളച്ചൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇപ്പോഴും പാത്രങ്ങൾ കിച്ചണിൽ കഴുകാതെ എടുക്കുന്നില്ല എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ അത് പോയി നോക്കാൻ അനുമോളോട് പറഞ്ഞപ്പോൾ അനുമോൾ അവിടെ നിന്ന് കിച്ചണിൽ ചെന്ന് ബാലൻസ് വന്ന ചോറ് എടുത്ത് കാണിച്ചിട്ട് അത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കണ്ടോ ലാലേട്ട, ഫുഡ് അവർ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടും അവർ ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെന്ന് അനുമോൾ. ഇത് ശരിക്കും അനുമോളുടെ തെറ്റല്ല. അനുമോളും കൂട്ടർമേല് അവരുടെ ഫുഡ് ബഹിഷ്കരിച്ചിട്ട് വേറെ ഉണ്ടാക്കി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. തങ്ങളുടെ വെസൽ ഡ്യൂട്ടി പോലും കറക്റ്റായിട്ട് ചെയ്യാതെ ആ കുറ്റം പോലും അവർ ക്യാപ്റ്റന്മാരിൽ അടിച്ചേൽപ്പിക്കുകയാണ് അനുമോളും കൂട്ടരും ചെയ്യുന്നത്. ആരോഗ്യവാനായി തിരിച്ചെത്തിയ ഷാനവാസിന് ഇപ്പോഴും ശത്രു അക്ബർ തന്നെയാണ്. അക്ബറിനെതിരെയാണ് വീണ്ടും കളികൾ കളിക്കുന്നത്. പേട്ടാഗേഴ്സിനെ തൂങ്ങി നടന്നാൽ ഇനിയും നെഗറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. നൂറയൊക്കെ ഇന്ന് നല്ല കൂട്ടിനസ് ഇട്ട് കാര്യങ്ങൾ വളച്ചടിക്കുന്നുണ്ട്. ക്യാപ്റ്റന്മാർ അവർക്ക് ഫുഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ കാരണം പറയുമ്പോഴും അവർ മോഷിച്ച് കഴിക്കുന്നു എന്ന് പറയുന്ന നൂറ തന്നെ ഇഷ്ടം പോയതാണ് ഇവിടുന്ന് മോഷിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടെന്നുള്ള ഒരു ന്യായീകരണവും. അനുമോളും നൂറയും രണ്ടും നല്ല കൂട്ടിനസ് ഇട്ട് മെഴുകുകാരാണ്. സെയിം കാരണം കൊണ്ടാണ് അക്ബറിനെയും നെവിനെയും ജയിൽ നോമിനേഷൻ ചെയ്തത് എല്ലാവരും കൂടി. അക്ബർ തന്റെ പോയിന്റ് കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അനുമോളുടെയും നൂറയുടെയും ആദിലയുടെയും ഒക്കെ കളികൾ. അക്ബർ ഓർഡറിംഗ് ആണെന്നാണ് നൂറയും ആദിലയും ഒക്കെ പറയുന്നത്. മോഹൻലാൽ മണി ബോക്സിനെ പറ്റി ചോദിക്കുന്നു, ആർക്കൊക്കെയാണ് എടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന്. ആദിലയും നൂറയൊക്കെ അവിടെ കിടന്ന് മെഴുകുന്നു. ക്യൂട്ട്നെസ് കൊണ്ടാണ് നൂറ മെഴുകുന്നത്. അവർ പറയാ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയാത്തൊരു ഭാവം. എന്തൊരു കളികളാണ്. ഇവരാണ് അവിടെ ശരിക്കും പ്ലാൻ ചെയ്തത്. ആദിലെ അതേ എടുത്തുകൊണ്ട് പോകാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. ഏതായാലും അതവിടെ പൂട്ടി മോഹൻലാൽ. അവരോട് എല്ലാവരും ചോദിച്ചപ്പോൾ ആർക്കും പോകാൻ താല്പര്യമില്ലെന്ന രീതിയാണ് സംസാരിച്ചത്. ഏതായാലും ഈ ആഴ്ച മണി ബോക്സ് വരും. നമുക്ക് നോക്കാം ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അടുത്തത് എവിഷനായിരുന്നു. എവിഷനിലുള്ളവരെല്ലാം മോഹൻലാൽ എഴുന്നേപ്പിച്ച് നിർത്തി. നെവിനും ആര്യനും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സേവായി. ഉദ്യോഗജനമായ നിമിഷത്തിനുള്ളിൽ അവസാനം മോഹൻലാൽ അനൗൺസ്മെന്റ് ചെയ്തു, നെവിൻ സേവഡ്. നെവിൻ പോയി ഞെട്ടിപ്പോയി. നെവിൻ പ്രതീക്ഷിച്ച് താൻ പോകുമെന്നായിരുന്നു. എല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അനുമോളൊക്കെ അവിടെ ഞെട്ടിത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ആര്യൻ എവിറ്റാകുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷകർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ ഞെട്ടിപ്പോയെന്ന് മോഹൻലാൽ പിന്നീട് ആര്യനോട് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ആര്യൻ ഒരു കൂളായിട്ട് തന്നെ അത് നേരിട്ടു. നെവിനും അക്ബറിനും മാത്രമാണ് ആര്യൻ പുറത്തു പോയതിൽ വിഷമമുണ്ടായിരുന്നത്. അവിടെ ആര്യൻ എല്ലാവരോടും യാത്ര ചോദിച്ച് മോഹൻലാലിന്റെ അടുത്തേക്ക് ചെന്നു. ആര്യൻ നന്നായി ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ് മോഹൻലാൽ കെട്ടിപ്പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആര്യനെ. യു ആർ ബ്രില്യന്റ് ഗെയിമർ എന്നൊക്കെ ആര്യനെ പറ്റി മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു. ഹൗസിലുള്ളവരെയും ആര്യന്റെ വീഡിയോ കാണിച്ചു. ആ വീഡിയോ നന്നായിട്ടൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് നല്ല കളറാക്കിയിട്ടുണ്ടായിരുന്നു. കൊള്ളാം. പ്രേക്ഷകർ ഇനിയും ഗെയിം കളിക്കാത്തവരെ പുറത്താക്കി കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ അൺഫെയർ എവിഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ടോപ്പ് 5 എങ്കിലും എത്തേണ്ട ആളാണ് ആര്യൻ. എനിക്ക് തോന്നുന്നത് ജയിലിൽ പോയ നെവിനും അക്ബറുമാണ് പുതിയ ക്യാപ്റ്റനായ നൂറയെ തിരഞ്ഞെടുത്തത്. അവർ നല്ല ഗെയിമറാണ്. ആദില നൂറ അവരെ പോലെ വിരോധം വെച്ചാണെങ്കിൽ അവർ ഒരിക്കലും നൂറയെ ക്യാപ്റ്റനാക്കുമായിരുന്നില്ല. അക്ബറിനെയും ജയിലിലേക്ക് അയക്കാൻ പുതിയ ക്യാപ്റ്റനായ നൂറയോട് ബിഗ് ബോസ്, എനിക്ക് സ്ട്രിക്റ്റ് ആകാനൊന്നും താല്പര്യമില്ല, എല്ലാവരും എന്നോട് സഹകരിച്ചാൽ മതിയെന്ന് നൂറ. അയ്യോ, എന്തൊരു പാവം. കഴിഞ്ഞ വീക്കിൽ ഒട്ടും സഹകരിക്കാത്തത് നൂറയാണ്. ഈ ആഴ്ച ഡീസന്റ് ആവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ജയിലിൽ വിഷമിച്ചു കിടക്കുന്ന നെവിനെ ആശ്വസിപ്പിക്കുന്ന അക്ബർ, എന്നോട് ഇനി മിണ്ടാൻ നീ മാത്രമേ ഉള്ളൂ. സാബുമാൻ ഒഴിച്ച് ബാക്കി എല്ലാവരോടും എന്നോട് ദേഷ്യമാണ്. എന്നോട് മിണ്ടിക്കൊണ്ടിരുന്ന ആര്യനാണ് ഇപ്പോൾ പോയത്. അക്ബർ ശരിക്കും അവിടെ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗിലാണ്. പ്രേക്ഷകർക്ക് അത് കാണാവുന്നതാണ്. പാലിന്റെ ഒപ്പം എന്തൊക്കെയോ തന്റെ മേത്ത് വീണുവെന്ന് ഷാനവാസ്, മസാലപ്പൊടിയോ മറ്റോ എന്തൊക്കെയോ. പേട്ടാഗേഴ്സ് എരിവ് കയറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാബുമാൻ പറഞ്ഞു അത് കവർ മാത്രമേ വീണിട്ടുള്ളൂ. ഷാനവാസിന് നെവിനേക്കാളും പ്രശ്നം അക്ബറിനോട്. അക്ബർ ഷാനവാസിനോട് ജയിലിൽ നിറങ്ങിയതിനു ശേഷം സോറി പറയുന്നുണ്ട്. ആദ്യം ഡ്രാമയായിട്ട് തെറ്റിദ്ധരിച്ചതിനും കാര്യങ്ങൾ മനസ്സിലായെന്നും അക്ബർ. പണപ്പെട്ടി ടാസ്ക് എടുക്കാൻ പാടില്ലെന്നുള്ള പനിഷ്മെന്റ് നെവിന് മോഹൻലാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ?